സോ ഈ ഒരു ഇയർബഡ്സിന്റെ ഒരു മിനി റിവ്യൂ ആണ്. ഓക്കെ, സോ ലേറ്റസ്റ്റ് വരുന്ന ഇയർബഡ്സ് ആണ് ഇത്. ഓക്കെ, കുറേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. സൈഡിലായിട്ട് നമ്മുടെ കീ ചെയിൻ ഒക്കെ ഹാങ് ചെയ്തിടാനുള്ള സ്ലോട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ബട്ടനും കാര്യങ്ങളും ഫംഗ്ഷൻസ് ഒക്കെ പറഞ്ഞു തരാം. ആദ്യമേ തന്നെ ഇത് 1 ഇയർ വാറണ്ടി വരുന്നതാണ്. വാട്ടർ റെസിസ്റ്റന്റ് ആണ്. നമ്മൾ വെള്ളത്തിലൊക്കെ മുക്കി വെച്ചിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ അങ്ങനെയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു പക്ക സാധനമാണ്. നിങ്ങൾ പ്രീമിയം ക്വാളിറ്റി ബഡ്സ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സാധാരണ ഈ സ്ക്രീൻ ഇല്ലാത്ത ബഡ്സ് ഒക്കെ ഉണ്ടല്ലോ, നോർമൽ ബഡ്സ് അതിനേക്കാളൊക്കെ ഫീച്ചേഴ്സും വരുന്നുണ്ട്, വാറണ്ടി വരുന്നുണ്ട്. ഓക്കെ, ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം നോർമൽ റേറ്റിനാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ സ്ക്രീൻ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ആയി വരുന്നുണ്ട്. ഓക്കെ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് വരുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു വാൾപേപ്പർ മാറ്റി കഴിഞ്ഞാൽ എന്താണ്, നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. അലാറം വെക്കാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടച്ച് ടു വേക്ക് ഓഫ് ചെയ്തിടാം, ഓൺ ചെയ്തിടാം. ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഫ്ലാഷ് ലൈറ്റ് മീൻസ് നമുക്ക് ഈ ഒരു സ്ക്രീൻ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഫുൾ വൈറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പം ഇരുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് ജസ്റ്റ് സ്ക്രീൻ അങ്ങ് ഒരു മാക്സിമം ഈ ഒരു സ്ക്രീൻ അവർ മുതലാക്കുകയാണ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്താവോ ആ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം കൊടുക്കുകയാണ് അവർ. ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ളത്, അതുപോലെ സിറി അസിസ്റ്റന്റ്, ഗൂഗിൾ അസിസ്റ്റന്റ് എല്ലാം നമുക്ക് സ്ക്രീൻ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ പാട്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പാട്ട് പ്ലേ ചെയ്യും. ആദ്യമേ തന്നെ ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ, ഓക്കെ, കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എന്താണ്ടേ ഇവിടെ ആയിട്ട് ഈ റെഡ് കളർ ബ്ലൂടൂത്ത് വൈറ്റ് കളർ ആവും, കണ്ടോ? ഓക്കെ, സോ അപ്പൊ തന്നെ എന്താണ് ഡിവൈസ് ആയിട്ട് കണക്റ്റഡ് ആയി. ഇവിടെ ഒരു ഫോൺ വെച്ചിട്ടുണ്ട്, അതുമായിട്ട് കണക്റ്റഡ് ആയി. ഓക്കെ, സോ ദെൻ നമുക്ക് ഇതിന്റെ ചാർജിങ് ഇൻഡിക്കേഷൻ, ലെഫ്റ്റിൽ എത്ര ചാർജ് ഉണ്ട് ഈ ബഡ്സിന്, റൈറ്റിൽ എത്ര ചാർജ് ഉണ്ട്, കേസിൽ എത്ര ചാർജ് വരുന്നുണ്ട്. ഈ ഒരു കേസിന് 150 ദിവസത്തെ സ്റ്റാൻഡ് ബൈ ടൈം ആണുള്ളത്, സമയം. ഓക്കെ, എല്ലാം ഇതിൽ കാണിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇക്വലൈസർ വരുന്നുണ്ട്. സോ ഒരുപാട് മോഡുകൾ വരുന്നുണ്ട്. ഓക്കെ, സ്പേഷ്യൽ ഓഡിയോസ്, അതായത് ഇപ്പം ഫിലിം മോഡ്, അതുപോലെ ഗെയിമിംഗ് മോഡ്. ഓക്കെ, ദെൻ വോളിയം അഡ്ജസ്റ്റ്മെന്റ്സ്. ഓക്കെ, സോ ഇപ്പൊ വോളിയം അഡ്ജസ്റ്റ്മെന്റ്സ് ആണെങ്കിൽ നമുക്ക് 16 മാക്സിമം എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പവർഫുൾ ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആണ് ഇതിന്റെ വരുന്നത് ഓരോ ബഡ്സിലും. ഓക്കെ, ദെൻ ബ്രൈറ്റ്നസ്. ഓക്കെ, ബ്രൈറ്റ്നസ് നമുക്കിപ്പോൾ മിഡിലാണ് കിടക്കുന്നത്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഹൈ ആക്കാം. ഓക്കെ, ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. വാൾപേപ്പേഴ്സ് നമുക്ക് മാറ്റാം. ഓക്കെ, ദെൻ ഇതിനകത്ത് ഇപ്പം ഒരു അറൈവിങ് ആനിമേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കണ്ടോ? ഓക്കെ, സോ ഇതിപ്പം ജസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒക്കെ ആനിമേഷൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇയർബഡ്സ്, ഈ ഒരു ഇയർ പീസ് വരുന്നത് ടച്ച് കൺട്രോൾ ആണ്. ഓക്കെ, ഈ റൈറ്റ് ഭാഗത്തെ ഇത് സെൻസർ ആണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, കോളൊക്കെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, അറ്റൻഡ് ആക്കാം. ഓക്കെ, അങ്ങനെയുള്ള ടച്ച് കൺട്രോൾ വരുന്നുണ്ട്. ഇനി ആരാ വിളിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഈ സ്ക്രീനിൽ നമ്പറും കാര്യങ്ങളൊക്കെ കാണിക്കും. ഓക്കെ, ഈ ബാക്കിലത്തെ ബട്ടൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് സ്ക്രീൻ നമ്മൾ ടച്ച് ചെയ്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ദെൻ ഒന്ന് ബാക്കിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഷട്ട് ഡൗൺ, ഡിവൈസ് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കും. ഓക്കെ, ഷട്ട് ഡൗൺ, റീസെറ്റ്, അതുപോലെ റീസ്റ്റാർട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഷട്ട് ഡൗൺ ചെയ്യാണ്, കണ്ടോ? അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഇനി ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ട് വരും, കണ്ടോ? ഈ ബാക്കിലത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇത് ഷട്ട് ഡൗൺ ചെയ്തും വെക്കാം. ഓക്കെ, സോ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. സോ എന്താണ് പ്രീമിയം ബഡ്സ് ലെവലൊക്കെ ആ ഒരു ലെവലിൽ നോക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക. കാര്യം ഡെയിലി വർക്കൗട്ട്, ഇപ്പോൾ ജിമ്മിന് പോകാനായാലും അതുപോലെ തന്നെ കാര്യം പറയാനായാലും അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് എല്ലാം കൂടെ ഉള്ളൊരു ബഡ്സ് ആണ് കേട്ടോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, കാര്യം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വലുപ്പവും ഇല്ല, അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന സൈസുമാണ്. പിന്നെ നമുക്ക് ഇതിന്റെ ലെതർ കേസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ബ്ലാക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രൗൺ വരുന്നുണ്ട്, ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട്. ഓക്കെ, ഇത് ലെതറാണ്, ഒറിജിനൽ ലെതറാണ് കേട്ടോ ഇത്. ഓക്കെ, സോ ഇത് നമ്മൾ ആമസോണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 10, 400, 300 രൂപയൊക്കെ വരും. ഇതിൻ്റെ കൂടെ നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ 150 രൂപയ്ക്ക് കേസ് കൂടെ തരാം. ഓക്കെ, കാര്യം നമുക്ക് ഇതിനകത്ത് മാർജിൻ ഒന്നുമില്ല, ഫ്രീ ആയിട്ടൊന്നും തരാൻ ഒക്കത്തില്ല. നമ്മൾ ഓൾറെഡി ഈ ബോക്സിനകത്ത് ചാർജറും കീ ചെയിനും ഒക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം കേസൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ പർച്ചേസ് ചെയ്യുക. കാര്യം നിങ്ങൾ അല്ലാതെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് ആണ് ഈ ലെതർ കേസിനൊക്കെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സാധാ ബഡ്സ് ഒക്കെ നോക്കുന്നവരാണ്, നിങ്ങൾക്ക് ഇപ്പം കുറഞ്ഞതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 360 രൂപയുടെ ബഡ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം 700 രൂപയുടെ ബഡ്സ്, 800 രൂപയുടെ ബഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ പല റേഞ്ചിലുണ്ട്. പക്ഷെ ഇതൊന്നും സ്ക്രീൻ വരുന്നില്ല. ഇവിടെ നമുക്ക് ഈ സാധനം നിങ്ങൾ ഓഫീസിലാണെങ്കിലും സ്കൂളിലായാലും കോളേജിലാണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ 4 പേരൊന്ന് നോക്കും ഈ ഒരു സാധനം കാണുമ്പോഴേക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. അത്രേ ഉള്ളൂ.